ഇന്നലെ വോയിസ് ഓഫ് ഡിസേബിൾഡ് എന്ന സംഘടനയുടെ ഓണാഘോഷത്തിൽ പങ്കെടുത്തു. കുറേ അധികം പേർ ഒത്തുചേരുന്ന ഒരു ഓണാഘോഷം. വീൽ ചെയറിലും മറ്റുമായി കുറേ പേർ, കാഴ്ചപരിമിതിയുള്ള മറ്റു ചിലർ. കൂട്ടത്തിൽ ഒരാളെ പരിചയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ പേര് രാമനാഥൻ എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം എന്നെ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് എത്തിച്ചു. അദ്ദേഹവുമായി സംസാരിക്കുന്നതിനിടെ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. തൃശ്ശൂർ പൂരത്തിനിടെയുണ്ടായ ഒരു അപകടത്തിൽ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആൽമരം ഒടിഞ്ഞു വീഴുകയും ആ അപകടത്തിൽ തൻ്റെ അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെടുകയും ചെയ്തു. അദ്ദേഹം അത് പറയുമ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ എന്താണ് തോന്നുന്നത് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് ആദ്യത്തെ കുറച്ച് നാളുകൾ വല്ലാത്ത വിഷമമായിരുന്നു, വേദനയായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഇല്ലാതായി പോകുന്ന ഒരവസ്ഥ. പക്ഷെ ഇപ്പോൾ ഞാൻ ഓക്കെയാണ്. ഇപ്പോൾ ഞാൻ സ്മാർട്ടാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ സ്മാർട്ടാണ്. ഇതേപോലെ തന്നെയാണ് ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത്. ഇതേപോലെ ആക്റ്റീവായിട്ട് എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഒരു സാധാരണ മനുഷ്യൻ ജീവിക്കുന്നത് പോലെ തന്നെ ഞാൻ ജീവിക്കുന്നു, സഞ്ചരിക്കുന്നു. അദ്ദേഹം അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഒരു അതിജീവനത്തിൻ്റെ തിളക്കമുണ്ടായിരുന്നു, കരുത്തുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കാനുള്ളത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു ദുരന്തത്തെ അംഗീകരിച്ചു, ആക്സെപ്റ്റ് ചെയ്തു. പിന്നെ ആ ഒരു അംഗീകരിക്കലിന് ശേഷം തുടർന്ന് തളർന്നിരിക്കാതെ വളരാനുള്ള ഒരു ശക്തി അദ്ദേഹം തന്നെ ആർജിച്ചെടുത്തു. സാധാരണക്കാരനായ ഒരു മനുഷ്യനെ പോലെ തന്നെ ഞാൻ ജീവിക്കും, എനിക്കും സ്വപ്നങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, എനിക്കും യാത്രകൾ ചെയ്യണം എന്നുള്ള തീരുമാനത്തോടെ ഒരു ഭവനത്തിനുള്ളിൽ അടച്ചിടപ്പെട്ട രീതിയിൽ ആകാതെ പുറത്തേക്ക് ഇറങ്ങുവാൻ തയ്യാറായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ പോലും ആ ഒരു തീക്ഷ്ണത ജ്വലിച്ചു നിന്നു. അതെ, ചിലതൊക്കെ അംഗീകരിക്കുവാൻ നാം തയ്യാറായിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ നേടുവാൻ നമുക്ക് നമ്മിൽ നിന്ന് തന്നെ ശക്തി കടന്നു വരും. അതെ, അംഗീകരിക്കേണ്ടതിനെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക്, ലക്ഷ്യങ്ങളിലേക്ക് യാത്ര തുടരുവാൻ നമുക്ക് സാധിക്കട്ടെ. നല്ലൊരു ദിനം കാത്തിരിക്കുന്നു. ആസ്വദിക്കാം. നേരുന്നു ശുഭദിനം.